ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ കേട്ടോ. വെൽക്കം ടു മല്ലു ഫുഡ് സ്റ്റോറീസ്. ഒരു ഈസി ബ്രെഡ് പഫ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പം ഒരു വലിയ ഉള്ളി, ചെറിയ ഉള്ളിയാണെങ്കിൽ 2 ഉള്ളി എടുക്കണം കേട്ടോ. നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് വഴന്ന് വരുന്ന സമയത്താട്ടോ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യേണ്ടത്. ഉള്ളി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ മസാലപ്പൊടി ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ കളറൈറ്റ്സിൻ്റെ മസാലപ്പൊടീസാട്ടോ ആഡ് ചെയ്യുന്നത്. അവരൊരു കിറ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചിപ്പൊടി, പച്ചമുളകിൻ്റെ പൊടി വരെ ഉണ്ട് കേട്ടോ. അതും എല്ലാം ഓർഗാനിക്കാണ്. പിന്നെ അവർക്ക് ഡയറക്റ്റ് സെയിൽ മാത്രമേ ഉള്ളൂ, ഷോപ്സിലൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളിയിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളകിൻ്റെ പൊടിയാട്ടോ ഇട്ട്. പച്ചമുളകിന് പകരം എങ്ങനെയുണ്ട് നോക്കാമല്ലോ. ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടില്ലെങ്കിൽ ആ പൊടികളുടെയൊക്കെ കുത്തലുണ്ടാവുമല്ലോ. അപ്പോൾ മൂടി വെച്ചിട്ട് തന്നെ നന്നായിട്ട് വേവിക്കണം കേട്ടോ. അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയിലയും കൂടി ചോപ്പ് ചെയ്ത് അതിൻ്റെ മേലേക്കിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റായി. ഇതുണ്ടാക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബ്രെഡ് തന്നെ എടുക്കണം കേട്ടോ. ഞാൻ ഷീൻ ബേക്കറിൻ്റെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തത്. ഈ തൊടുമ്പോൾ പൊടിഞ്ഞു പോകാത്ത ടൈപ്പ് ബ്രെഡില്ല, അത് നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ബ്രെഡ്, പാല്, പിന്നെ ആ മസാല, പുഴുങ്ങിയ മുട്ടൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ. പുഴുങ്ങിയ ഒരു മുട്ട 4ആയിട്ട് മുറിച്ചിട്ട് വെക്കണം. പിന്നെ എന്ത് ചെയ്യുക, ഒരു ബ്രെഡ് എടുത്തിട്ട് ഈ പാലിലേക്ക് ഡിപ്പ് ചെയ്യുക. ബ്രെഡ് നന്നായിട്ട് പാല് കുതിർന്ന് കഴിഞ്ഞാൽ അതെടുത്തിട്ട് കൈ കൊണ്ട് നല്ലോണം ആ ബ്രെഡിൻ്റെ മേലുള്ള പാലൊക്കെ ഇങ്ങനെ മെല്ലെ 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 പോക്കിയിട്ട് അത് ശരിക്കും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് വരും. നമുക്ക് ശരിക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, നിങ്ങൾ നോക്കി നോക്കുക. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് അതിങ്ങനെ പരന്ന് വരുന്ന സമയത്താണ് നമ്മൾ നടുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു പ്രോസസ്സ് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ബ്രെഡ് തന്നെ എടുക്കണം എന്ന്. പൊടിഞ്ഞു പോകുന്ന പോലത്തെ ബ്രെഡാണെങ്കിൽ വേഗം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നടുക്കേക്ക് ആ മസാല വെച്ചിട്ട് ഒരു മുട്ടൻ്റെ 4 പീസാക്കിയതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതിന് നടുക്ക് വെക്കുക. പിന്നെ മെല്ലെ 4 ഭാഗം ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു നനവുള്ളത് കൊണ്ട് തന്നെ ആ ബ്രെഡ് വേഗം റോൾ ചെയ്ത് കിട്ടും. നമ്മളൊന്നൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ചാൽ മതി. എനിക്ക് പിന്നെ ആ സൈഡിൽ കുറച്ച് നനവ് കുറഞ്ഞപ്പോഴാണ് എൻ്റെ ആ സൈഡ് പൊട്ടിയത്. പക്ഷെ പിന്നെ ആക്കിയപ്പോൾ കറക്റ്റായിരുന്നു. അതാണെങ്കിൽ റെക്കോർഡും ആയില്ല, മര്യാദയ്ക്ക് വന്നത്. അപ്പോൾ ജസ്റ്റ് അതിങ്ങനെ ബോൾ പോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക. പിന്നെ അത് ഓപ്പണായി വരുമൊന്നുമില്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള റോളായിരിക്കും കേട്ടോ. അത് ശരിക്കും നമുക്ക് കഴിക്കുമ്പോൾ ആ പാലിൽ മുക്കിയോണ്ടുള്ള സോഫ്റ്റ്നെസ്സും ഉള്ളിൽ ആ ഒരു ബൈറ്റ് എടുക്കുമ്പോൾ പഫ്സിൻ്റെ അതേ ഒരു ഫ്ലേവർ ആയിരുന്നു. അപ്പോൾ ഇതേപോലത്തെ റെസിപ്പീസിന് ഫോളോ മല്ലു ഫുഡ് സ്റ്റോറീസ്.